ഹേ മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ പോലീസ് ബൈക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റിന് ശേഷം വേറെ ഒരു ഐറ്റം കാര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ, അതെന്താണെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഡെവലപ്പറോട് നമ്മൾ സംസാരിച്ച് ഡെവലപ്പർ അതിനുള്ള ഒരു ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തവരാണെങ്കിൽ ചാനലൊന്ന് മസ്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ മറ്റേ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റിനകത്തോട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ആദ്യം കാണിച്ചു തരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ചിപ്പ് കോഡ് എന്ന് വെച്ചാൽ #, അടിച്ച് നമ്മൾ ചിപ്പ് കോഡും കാര്യങ്ങളൊക്കെ ഓണാക്കിയാണ് പവറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു എടുക്കുന്നതെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരുവാണ്. അയൺമാൻ്റെ ക്യാരക്ടർ എടുക്കാൻ വേണ്ടി ലിങ്കും കാര്യങ്ങളുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിലും നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. നമ്മൾക്ക് അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലായിരുന്നു കൊടുത്തിരുന്നത്. കുറേ പേര് കമൻറ്റ് ബോക്സിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ലിങ്ക് അവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, നമ്മുടെ അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അയൺമാൻ്റെ ക്യാരക്ടർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫയൽ മാനേജർ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ അവിടെ ironboy.glb എന്ന് പറയുന്നൊരു ഫയലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതായിരിക്കണം നിങ്ങൾ സെലക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഫയലും കാര്യങ്ങളൊക്കെ. ഫയലിൻ്റെ നെയിം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഗെയിമിൻ്റെ തൊട്ട് അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സൈഡിൽ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊണ്ടാണ്. ബാക്ക് പോയതിന് ശേഷം തിരിച്ചു വന്നു തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ നമ്മുടെ അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും വെച്ച് നമുക്ക് പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അയൺമാൻ്റെ ക്യാരക്ടർ മാത്രമല്ല, വേറെ ഏതൊരു ക്യാരക്ടർ കാര്യങ്ങൾ ആഡ് ചെയ്താലും നമുക്ക് അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനിവിടെ കാണിച്ചും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇനി അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയുന്നതാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് ഒരു ഐറ്റം കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ആ ഐറ്റം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഐറ്റം നിങ്ങൾക്ക് കുറേ പേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. വേറെ ഒന്നുമില്ല, നമ്മുടെ ഷിപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് വന്നിട്ടുണ്ട്. ഷിപ്പ്, കണ്ടെയ്നർ, അതുപോലെ തന്നെ ഷിപ്പിൻ്റെ അകത്തുള്ള കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് ആഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പ് നമുക്ക് ഷിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും നോക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമുക്ക് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു വീടിൻ്റെ കൂട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കാണാം സൈഡ് ഷെൽഫും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ TV, ലാമ്പ്, ബെഡ്, സോഫ, അതുപോലെ ടേബിള് കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് കയറി പോകുന്നതാണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി പോകുമ്പം അവിടെയും ഇതേ സെയിം രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പം അതിനും കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡും കാര്യങ്ങളൊക്കെ കിടന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മണ്ടക്കോട്ട് കയറുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കുറേ സ്റ്റെപ്സ് കാര്യങ്ങളുണ്ട്. സ്റ്റെപ്സ് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ടേബിള്, ബെഡ്, സോഫ, TV കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഷെൽഫും കാര്യങ്ങളും നമുക്ക് ആഡ് ആകുന്നില്ല. അതുപോലെ തന്നെ പണ്ടൊക്കെ മുമ്പ് നമുക്ക് ഇഷ്ടംപോലെ ബെഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാനിപ്പോൾ മണ്ടക്കോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ടക്കോട്ട് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു എക്സാക്ട്ലി റൂമും കാര്യങ്ങളും, ചെറിയൊരു റൂമുണ്ട്. ആ റൂമിൻ്റെ തൊട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ സൈഡിൽ തന്നെ വ്യൂ പോയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ. അപ്പോൾ വ്യൂ പോയിൻറ്റ് കണ്ട കിട്ടില്ല വ്യൂ പോയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പോയി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, എത്ര പേർക്ക് ഈ ഒരു ഷിപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ജസ്റ്റ് അവിടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മൾ കുറച്ചുകൂടെ ടോപ്പിലോട്ട് കയറുവാണ്. കുറച്ച് ടോപ്പിലോട്ട് കയറിയിട്ട് അവിടെ എന്താ നമുക്കും കൂടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് അതിനും മണ്ട കയറുമ്പോൾ അതിലും ചെറിയൊരു ഇതുണ്ട്. നമുക്കൊരു ഇവിടെയാണ് നമ്മുടെ കൺട്രോളറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ഷിപ്പ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഫുള്ളി മെയ്ഡായിട്ടുള്ളതാണ്. നമ്മുടെ പ്രോപ്സും കാര്യങ്ങളും നമുക്കിപ്പം നിലവിൽ കിട്ടിയേക്കുന്ന പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഷിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എത്ര പേർക്ക് ഈ ഷിപ്പും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് ജസ്റ്റ് കമൻസും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതിൻ്റെ ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഫുള്ളി എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഫുൾ അറൗണ്ട് വരുന്നത്. ഷിപ്പ്, കണ്ടെയ്നേഴ്സ് ഇറങ്ങുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എത്ര പേർക്കൊരു
ഷിപ്പ് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് അവിടെ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് ഇത് ആഡ് ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഏത് വഴിയാണ് കിട്ടുന്നതും കൂടെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഏത് വഴി കിട്ടും, ഇങ്ങനെ രീതി ആഡ് ചെയ്യണമെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗുഡ് ന്യൂസും കാര്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പോലീസ് ബൈക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്നത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പം അതിനുവേണ്ടി നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. പോലീസ് സ്റ്റേഷനിൽ അവിടെയാണ് നമ്മുടെ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറാവുന്നതാണ്. പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറിയതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന. പോലീസ് ബൈക്ക് മാത്രമല്ല, പോലീസ് കാറും കിടപ്പുണ്ട്, അതുപോലെ തന്നെ പോലീസ് മോൺസ്റ്റർ ട്രക്കും കിടപ്പുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കാണാൻ പറ്റുന്നതാണ് അവിടെ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പോലീസ് ബൈക്ക് കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പോലീസ് ബൈക്ക് മാത്രമല്ല, പോലീസ് കാറും കിടപ്പുണ്ട്, പോലീസിൻ്റെ മോൺസ്റ്റർ ട്രക്കും കിടപ്പുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഇനി ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് കുറേ പേർക്ക് അറിയണമെന്നൊക്കെ ഉള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെയൊക്കെ ഓരോത്തിൻ്റെ ചീപ്പ് കോഡ് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഓരോത്തിനെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് 101 എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അതിന് മുമ്പ് മോൺസ്റ്റർ ട്രക്കാണ് 0101 എന്നടിച്ച് കഴിഞ്ഞാൽ 0101 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് പോലീസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 0100 എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മോൺസ്റ്റർ ട്രക്കിൻ്റെ വേറെ വേർഷൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 2 വേർഷൻ കാര്യങ്ങളുണ്ട് നമുക്ക് പോലീസ് കാറിന് മോൺസ്റ്റർ ട്രക്കിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് 101 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പോലീസ് കാർ കിട്ടും. അതുപോലെ തന്നെ 100 എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പോലീസ് കാറും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഗെയിമിലേക്ക് ഇത്രയും പോലീസ് കാറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്കിനി അടുത്ത് കിട്ടാൻ പോകും നമ്മുടെ പോലീസ് ബൈക്കും കാര്യങ്ങളും. അതിൻ്റെ ചിപ്പ് കോഡ് എന്ന് വെച്ചാൽ 102 അല്ലെങ്കിൽ 103 ഈ ചിപ്പ് കോഡിലായിരിക്കും നമുക്ക് വരാൻ പോകും നമ്മുടെ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 രീതിയിലുള്ള പോലീസ് ബൈക്കും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഡെവലപ്പർ നമ്മളോട് ഇത്രേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലാണ് വേണ്ടതെന്നും അതുപോലെ നിങ്ങൾക്ക് ഏത് ചിപ്പ് കോഡിലാണ് വേണ്ടതും കൂടെ ഒന്ന് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അതിന് വേണ്ടി കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയേണ്ടതാണ്. അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റിനകത്തോട്ട് നമുക്ക് കാർ വന്നിട്ടില്ല, ബൈക്കും വന്നിട്ടില്ലായിരുന്നു ഈ ഒരു അപ്ഡേറ്റിനകത്തോട്ട്. അപ്പം ഈ പ്രാവശ്യം നമുക്ക് ഈ ഒരു അപ്ഡേറ്റിനകത്തോട്ട് ഒരു കാറോ ഒരു ബൈക്കോ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഡെവലപ്പർ പറഞ്ഞതിൻ്റെ കുറച്ച് ഇതാണ് കാര്യങ്ങളൊക്കെയാണ് മെസ്സേജും കാര്യങ്ങളും ഇന്നലെയാണ് നമുക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസും കാര്യങ്ങളും നമ്മളിപ്പോൾ റിവീൽ ചെയ്യത്തില്ല, നാളത്തെ വീഡിയോ നമ്മൾ റിവീലും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ കുറച്ച് ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്, വീഡിയോ കാര്യങ്ങളൊക്കെ നൈറ്റ് ആവുമായിരിക്കും വീഡിയോ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എപ്പോഴാണ് റിവീൽ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങൾ വാട്സപ്പ് ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വാട്സപ്പ് ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാനിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. വാട്സപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് കയറി നിങ്ങളുടെ വാട്സപ്പ് ചാനലിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പുതിയ ലീക്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വാട്സപ്പ് ചാനലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം വാട്സപ്പ് ചാനലായിരിക്കും ആഡ് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ഇതിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടിയാൽ മതി, എങ്ങനെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ബെല്ലൈക്കണം ചെയ്തിരുന്നതാണ്. പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ടും എൻ്റെ യൂട്യൂബ് ചാനലും വാട്സപ്പ് ചാനലും കൂടെ ഫോളോ ചെയ്തിരിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അതുപോലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി എപ്പോഴാണ് വരുന്നതെന്നും കൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എന്തൊരു വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു കാറും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നുണ്ട്. കാറായിരിക്കാം, ബൈക്കായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഗസ് ചെയ്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ നാളെ എന്തൊരു വീഡിയോ ഇടുമ്പോൾ അറിയാവുന്നതാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ ഗസ്സിനനുസരിച്ചിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ ഷിപ്പ് കാര്യങ്ങളൊക്കെ എവിടെയാണ് കിടക്കുന്നത് നമ്മൾ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ഷിപ്പിൻ്റെ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ള കുറേ പേർക്ക് അറിയണമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെനു എടുക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് സെറ്റിങ്സ് കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. സെറ്റിങ്സ് കാര്യങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മോഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോഡ് സ്ലോട്ടും കാര്യങ്ങൾ സെലക്ട് ചെയ്യാനാണ്. എന്നിട്ട് എൻ്റർ ദി ടെക്സ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഷിപ്പിൻ്റെ ടൈപ്പ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പ്ലേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം അകത്ത് കയറിയതിന് ശേഷം നമുക്കാണെങ്കിൽ
നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റും കാര്യങ്ങളും ഓൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് നെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്യേണ്ടതാണ്. നെറ്റ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്കവിടെ പേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നെറ്റ് ഓണാക്കി ഒരു 5-10 സെക്കൻഡ് അത് വെയിറ്റ് ചെയ്യേണ്ടതാണ് എല്ലാവരും. എന്നിട്ട് മാത്രമേ പേസ്റ്റ് കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എററും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം പേസ്റ്റ് എടുത്തപ്പോൾ തന്നെ പ്ലേസ് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ ഫയലും കാര്യങ്ങളും ലോഡഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗെയിം കാര്യങ്ങളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ അത്ര ഷിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ആക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഷിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി ഷിപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട്, ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ആ ഷിപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടം എത്ര പേർക്കുണ്ടെന്ന് വെച്ചാൽ, ഈ ഷിപ്പിനോട് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും.